ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പയൽ നമ്പർ 1. Pile number 1. Thank you. വാവ്, നിങ്ങൾക്ക് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കോയിൻസ്. ഇന്നത്തെ ദിവസം ഒത്തിരി ന്യൂ ബ്ലെസ്സിങ്സിനെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഫിനാൻഷ്യൽ ഗ്രോത്തും. 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. Two of Swords. Emperor. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിബന്ധങ്ങളിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ആങ്സൈറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് കാം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫ്ലവേഴ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. എസെൻഷ്യൽ ഓയിൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക. എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എനർജി, എന്തെങ്കിലുമൊക്കെ ഓൾഡ് പാറ്റേൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് നിങ്ങളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നോ പറയാനായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പവർ, ശക്തി മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ജോയിൻ്റ് ആയിട്ട് 2 പേരുടെയും ഇഷ്ടങ്ങൾ ഈ ഒരു ദിവസം കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ ആ ഒരു എനർജി എക്സ്ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിലിവിടെ 9 ഓഫ് സോഡ്സ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറേ നാളായിട്ട് നിങ്ങളെ ഒരു സാഡ്നെസ്സിൽ, ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമോഷണൽ നിർത്തിയേക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ബാലൻസിലോട്ട് വരുന്നതായിട്ട്, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി ആയിട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ പാസ്റ്റിലെ മെമ്മറീസ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പയൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ് ഈ ഒരു ദിവസം? താങ്ക് യു. Today I trust myself. Today I know that I will make the right decision to maintain a happy and healthy life. ഈ ഒരു ദിവസം നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ ഡിസിഷൻസ് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കഴിവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട്, കുറച്ചും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പയൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പയൽ നമ്പർ 2. താങ്ക് യു. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, എന്തെങ്കിലുമൊക്കെ സന്തോഷം നൽകുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് നിങ്ങളുടെ കുക്കിംഗ് സ്കില്ല് അവിടെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിനൊരു കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ആയിരിക്കത്തില്ല, കുറച്ച് പേർക്ക് റെസൊനേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, എംപ്രസ്. ഈ ഒരു ദിവസം കുറച്ചും കൂടെ അഗെയിൻ ആ ഒരു സ്നേഹം, കമ്പാഷൻ്റെ എനർജി. ഓക്കെ, നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ മദറിൻ്റെ എനർജി വന്നിട്ട് എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കും, അതിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങൾ എടുത്തു ചാടി ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി ഫിനാൻസും കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബാക്കിൽ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഹയറോഫൻറ്റിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്ന് നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ട് കുറേ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം, ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് നൽകേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിസീവ് ആകുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ സ്മാർട്ട് വേയിൽ, കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വർക്ക് സ്പേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി വർക്ക് ലോഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മാർട്ട് വേയിൽ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാർഡ് വേയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ലൈഫ് എങ്ങനെ മൂവ് ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ഫൈനലായിട്ട് നിങ്ങളുടെ എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2യുടെ എഫർമേഷൻ എന്താണ്? ടുഡേ ഐ ബിലീവ്, ടുഡേ ഐ വിൽ സീ ദ മിറാക്കിൾസ് ആൻഡ് ലവ് സറൗണ്ടിങ് മീ. ഓക്കെ, ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷൻ്റെ എനർജി തിരിച്ചറിയാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ബിലീവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് എനിക്ക് ചുറ്റും ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്, ഒത്തിരി പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് എല്ലാവരെയും ഡൗട്ട് ചെയ്യുന്നതാണ്, നമ്മളെ തന്നെ ചില സമയങ്ങളിൽ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, നിങ്ങളെങ്ങനെ ഫീൽ ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.